അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാലുള്ള ഗുണങ്ങൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. നോക്കിക്കേ, ഈ കാലത്തിലെ കഷ്ടം എന്തല്ല, സാരമല്ല. സ്തോത്രം. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചല്ലോ, ഇപ്പോൾ ഉള്ളതിന്. അങ്ങനെ നമ്മൾ ചിന്തിച്ചില്ലേ? ഇപ്പോൾ ഉള്ളതിന്, ഇപ്പോൾ ഉള്ളതിനെന്ന് പൗലോസ് അതേ അധ്യായത്തിൽ അതിൻ്റെ അവസാനം 39-38 വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ഇപ്പോൾ ഉള്ളതിനോ വരുവാൻ ഉള്ളതിനോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ കാലത്തിലെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അവിടെ പറയുകയാണ്, ഈ കാലമെന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ കാലമാണോ? വരാനിരിക്കുന്ന കാലമാണോ? അല്ല, കഴിഞ്ഞതുമല്ല വരാനിരിക്കുന്നതുമല്ല. നമ്മുടെ ആ ഫ്യൂച്ചറിനെ നോക്കിയല്ല പൗലോസ് പറയുന്നത്, ഇപ്പോൾ കടന്നു പോകുന്ന കാലം. അതിനാ പറഞ്ഞത്, ഈ കാലത്തിലെ കഷ്ടം നമുക്കെന്തല്ല. അത് പറയാൻ നമുക്കൊരാർജവം ഉണ്ടെങ്കിൽ നമ്മൾ 3/4 ജയിച്ചു. ആമേൻ. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഇത് പറയാൻ നമ്മുടെ അകത്തൊരു ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വിഷയത്തിൽ എന്തോ ചെയ്തു, 3/4 ജയിച്ചു. എന്തോ പദം? ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. ഇതെല്ലാവർക്കും പറയാൻ പറ്റുമോ? എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. ചിലർക്ക് ഈ കാലത്തിലെ കഷ്ടം ഒത്തിരി ഭീഷണിയാണ്, ഭാരമാണ്, വേദനയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പിടി കയറിനകത്ത് മനുഷ്യൻ തീരുന്നത്, അല്ലെങ്കിൽ ഒരു കുരുടാൻ കുപ്പിക്കകത്ത് ജീവിതം അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രൈവേ ട്രാക്കിക്കൊണ്ട് ചാടുന്നത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ സെഷനിൽ പറഞ്ഞതുപോലെ, ഇന്നലെയാ, 6 മാസം കൂടെ ഞാൻ എന്ത് ചെയ്യുക, നോക്കിയിട്ട് കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ ഈ മാസം കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെ അങ്ങ് പോകുമെന്ന്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിന് കീഴ്പ്പെടാത്തത് കൊണ്ടാണ്. ഒരാമയും പറഞ്ഞ്, ദൈവത്തിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തിക്ക് അത് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവത്തിന് കീഴ്പ്പെടാൻ ശാന്തമായിട്ട് ഞാൻ പറയാം. 19-ാം ദിവസം രാവിലെ ഉപവാസത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അല്ലാത്തവരുണ്ട്. നിങ്ങളോട് ഞാൻ ആത്മാവി പറയാം, ഈ ദൂത് കേൾക്കാൻ ഉപവസിക്കണമെന്നൊന്നുമില്ല. ദൈവസന്നിധിയിലിരുന്ന് ഈ ദൂതിൻ്റെ ശക്തി നമുക്ക് പ്രാപിക്കാൻ കഴിയും. അപ്പം ഈ കാലത്തിലെ കഷ്ടം, ഈ ദിവസങ്ങളിലെ ചില പോരുകൾ, ഈ ദിവസങ്ങളിലെ ചില ബന്ധനങ്ങൾ, ഈ ദിവസങ്ങളിലെ ചില അസ്വസ്ഥതകൾ, ഇത് ഞങ്ങൾക്ക് എന്തല്ല. ആമേൻ, ആമേൻ. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഈ ചർച്ചിനകത്ത് ഇതൊരു വലിയ തരംഗമായിട്ട് ഉയർന്നു വന്നു. എന്താണ്? സാരമല്ല, സാരമാക്കേണ്ട. ആമേൻ. ഒന്നുകൂടെ പാസ്റ്റർ പറയുന്നു, കഷ്ടമില്ലെന്നല്ല പാസ്റ്റർ പറയുന്നേ, കഷ്ടമുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ ഇച്ചിരി കൂടിയെന്നേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. കുറയാൻ വേണ്ടി ഇതിനകത്ത് വന്ന് ചാടിയേ. എന്തിനാ വന്ന് ചാടിയേ? കുറയാൻ വേണ്ടിയാ വന്ന് ചാടിയത്. പക്ഷേ ഇത് കൂടിയിട്ടേ ഉള്ളൂ. രോമ്യം പറഞ്ഞേ, ഇത് കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറയും, ഇത് നമുക്ക് എന്തല്ല. ഇല്ലയോ? ഇല്ലയോ സിസിലിയാൻ്റെ? ഇത് നമുക്ക് എന്തല്ല, സാരമല്ല. ഇത് കേൾക്കുമ്പോൾ കർത്താവിന് എന്നാ സന്തോഷം അറിയാമോ? കർത്താവിന് എന്നാ സന്തോഷം അറിയാമോ? കർത്താവ് ഭയങ്കര സന്തോഷിക്കും. എൻ്റെ മക്കൾ അങ്ങനെ പറഞ്ഞല്ലോ. സ്തോത്രം. ഒരിക്കൽ ഞങ്ങളൊരു കടയിലേക്ക് പോയപ്പം ഈ പിള്ളേരെന്ന് പറയുമ്പോൾ ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരാണ്. എനിക്ക് ദൈവം 2 പിള്ളേരെ തന്നിട്ടുണ്ട്. ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. ഒരു നിർബന്ധവും ഇല്ല, ഒരു കാര്യത്തിനൊരു നിർബന്ധം ഇന്ന് വരെ കാണിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പോയപ്പം ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ റൂഫോസിനോട് ചോദിച്ചേടാ നിനക്കത് വേണമെന്ന്. എടുത്ത് വായിക്കാൻ പറയുമോ, പപ്പയുടെ പൈസ ഉണ്ടോ, എത്ര വയസ്സുണ്ടോ അവന്? അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വേറൊരു പിള്ളേരായിരുന്നെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ടാനെയായിരുന്നു, അല്ലേ? വേറെ ഏതെങ്കിലും പിള്ളേരായിരുന്നു അവിടെ കിടന്ന് ഉരുണ്ടാനെയുമായിരുന്നു. ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ഞാൻ. ഒരു കാര്യത്തിന് നിർബന്ധമില്ല പിള്ളേർക്ക്, ഒരു കാര്യത്തിലും. അവൻ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം ഞാൻ എന്തുമാത്രം ആ വണ്ടിയിൽ ഞാൻ സന്തോഷിച്ചെന്നറിയാവും.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ 19-ാം ദിവസം ഇവിടെ ഇരുന്ന് പറയുമോ ഇത് സാരമില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പായുടെ സന്തോഷം എന്തായിരിക്കും? അതിനാ പറഞ്ഞേ, അല്ല ചെറുക്കൻ നിർബന്ധം കാണിച്ചില്ലെന്ന് പറയാനല്ല. സ്തോത്രം. അപ്പായുടെ മനസ്സ് എന്നാ സന്തോഷമായിരിക്കും. കാരണം എന്താ അറിയാമോ, നമ്മുടെ അതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾ നമ്മുടെ അപ്പായെ എന്തെല്ലാം പറയുന്നുണ്ടെന്നറിയാം. ഈ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമൊന്നും ഇല്ലേ? ചിലപ്പോൾ നമ്മളും പറഞ്ഞിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ. ലീലമാൻ്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളും എന്ത് ചെയ്തിട്ടുണ്ട് ഇല്ലേ മാമേ? ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. അപ്പം നോക്കിക്കുക, നമ്മളും പറഞ്ഞിട്ടുണ്ട് എന്തിനാ നമ്മളിങ്ങനെയും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇന്ന് കർത്താവ് നമ്മുടെ വാക്ക് കേട്ട് സ്വർഗം സന്തോഷിക്കുക. എൻ്റെ ശരീരത്തിലെ രോഗം മാറിയില്ലെങ്കിലും കേട്ടോ, പ്രാർത്ഥിച്ചോണം. എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയില്ലെങ്കിലും ഇത് സാരമില്ലെന്നേ. ഇത് പറയുക മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ വരണം. വരും ദിവസങ്ങളിൽ നമ്മളത് പറയണം. സാരമില്ലെന്നേ. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ എന്നെ നോക്കി നിങ്ങളെ നോക്കി പറയുകയാണ്, സാരമില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് സന്തോഷിക്കുകയും. ഞാൻ അതിനകത്തൊരു മർമ്മം പറയാം. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചത് ഇങ്ങനെയാണ്, നിനക്ക് വേണോ? അപ്പോൾ അവൻ പറഞ്ഞ് പപ്പാടയിൽ കാശുണ്ടോ? അപ്പോൾ അത് എന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ നല്ല അപ്പനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്നാലും അവൻ പറഞ്ഞല്ലേ രക്ഷപ്പെട്ടെന്നുമ്പോൾ ഞാൻ വീട്ടിൽ വന്നില്ല. എന്നാൽ അവന് വാങ്ങിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ വായക്കാരി. നിങ്ങൾക്ക് എൻ്റെ മർമ്മം മനസ്സിലായോ? എന്നാൽ ഞാൻ അവനത് വാങ്ങിച്ചു കൊടുത്തിട്ട് നിർബന്ധം കാണിച്ചാൽ പറഞ്ഞു പോയി പണിയൊക്കെടാന്ന് പറഞ്ഞു ഞാൻ. അപ്പം ഞാനത് അവന് വാങ്ങിച്ചു കൊടുത്തു. അത് എൻ്റെ ഫീലാണ്. ദൈവത്തിന് നമ്മോടൊരു ഫീലുണ്ട്. അങ്ങനെ വേണം പിടിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധി ഇരുന്ന് പറയാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ അറിയോ പാസ്റ്റർ? സാരമില്ല എന്ന് കക്കാട്ടമ്മാമ്മ പറയുമ്പോൾ ദൈവം പറയാം, എന്നാൽ എൻ്റെ കൊച്ചിന് അത് കൊടുത്തിട്ടേ ഉള്ളൂ വായിക്കാര്യം. നീ വീട്ടിൽ കയറുന്നതിന് മുമ്പ് നിൻ്റെ വിഷയത്തിന് മറുപടി ഉണ്ടെന്ന്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാര്യം അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളതിനകത്ത് കിടന്ന് പുറപുറുക്കേണ്ട കാര്യമൊന്നുമില്ല. പുറപുറത്ത പിന്നെ അടി കിട്ടും. പുറപുറത്തൽ എന്തോ കിട്ടും? പിന്നെ അടി കിട്ടും. എന്നാൽ പിന്നെ അങ്ങ് മിണ്ടാതിരിക്കുന്നില്ലേ നല്ലത്? തല്ല് കൊള്ളാതിരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനൊന്ന് പറഞ്ഞു നോക്കിക്കേ, സാരമില്ല. ഇത് പൗലോസിൻ്റെ ഭാഷയാണ്. പൗലോസ് പറയുക, എനിക്ക് എന്തല്ല, എന്താ വാക്യം എങ്ങനെ ആൻറ്റി? നമ്മിൽ വെളിപ്പെടുവാനുള്ള അവിടെയാ വിഷയം. 19-ാം ദിവസം ദൈവസന്നിധി ഇരുന്ന് പറയുക, നമ്മിൽ ഈ വെച്ച വിഷയങ്ങൾക്കൊക്കെ ഇപ്പോഴും റെഡ് ലൈറ്റ് അടിച്ച് കിടക്കുവാണെങ്കിൽ, ഗ്രീൻ ലൈറ്റ് വരുന്നില്ലെങ്കിൽ നമ്മൾ പറയുകയാണ്, ഇതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം, എന്നിൽ വെളിപ്പെടുവാനുള്ളൊരു തേജസ്സുണ്ട്. ഞാൻ നിർബന്ധം കാണിച്ചതെല്ലാം കൂടെ എനിക്ക് കിട്ടിയാൽ, വെളിപ്പെടാനുള്ള തേജസ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തെങ്കിലും ഗുണമുണ്ടോ? നോർത്ത് നോക്കിക്കേ. അതിനാ വേദപുസ്തകത്തിൽ വാക്യം തരാം. ഒരു മനുഷ്യൻ പറയാമോ? റൈറ്റ്. സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, ആമേൻ. പൗലോസ് പറയുകയാണ്, പൗലോസ് സാധാരണക്കാരനല്ല. പൗലോസ് ചെറ്റക്കുടിലിനകത്തുനിന്ന് വന്ന ഒരാളൊന്നുമല്ല. പൗലോസ് മുക്കുവനൊന്നുമല്ല. മീൻ പിടിച്ച് നടന്നവനൊന്നുമല്ല പൗലോസ്. പൗലോസ് നല്ല ഒന്നാന്തരം നമ്പർ 1 ക്ലാസ് വീട്ടിൽ നിന്നാണ് വന്നേ. എന്ന് പറഞ്ഞാൽ കുറേ കപ്പലുകളൊക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് എന്ത് ചെയ്തേ. ആകപ്പാടെ ഒരു കപ്പലുള്ള KP വേനൻ ഇത് മൊത്തം വെട്ടിപ്പിടിച്ചു. അപ്പോൾ 5-6 കപ്പലുള്ളവനെ ഒന്ന് ആലോചിച്ച് നോക്കി. വല്ലം പിടി കിട്ടിയോ? ഈ പൗലോസ് സകലതും ചപ്പന്നും ചവറന്നും, എന്തോ ചോദിച്ചാ, ചപ്പന്നും
ചവറൊന്നും എണ്ണിയിട്ട് പൗലോസ് പറയുക, ഇതൊന്നും എനിക്ക് സാരമല്ലെന്നേ, വെളിപ്പെടുവാനുള്ള തേജസ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നു പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സ്തോത്രം പറയരുത്. എന്നാൽ ഞങ്ങൾ പാസ്റ്ററോട് സഹകരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾ നല്ല ഹല്ലേലൂയ പറയുമ്പോൾ ഞാൻ കയറും. പണ്ടാണ്ട് പറഞ്ഞ പാസ്റ്റർ ഇരുന്നുറങ്ങിയാൽ വിശ്വാസികൾ കിടന്നുറങ്ങും. അപ്പോൾ നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കാനുള്ള പണി ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് വരിക, തലം മാറിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പരുങ്ങി പറയുമ്പോൾ നിങ്ങൾ പരുങ്ങി എന്ത് ചെയ്യരുത്, സ്തോത്രം പറയരുത്. നിങ്ങൾ ഒച്ചത്തി സ്തോത്രം പറയുമ്പോൾ ഞാൻ കയറി വരും. അപ്പം നമുക്ക് തേജസ്സുണ്ട്. ഒരാമയും പറഞ്ഞേ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞ് ക്ഷയം, മാലിന്യം, വാട്ടം ഇവയൊന്നുമില്ലാത്ത ആമേൻ. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വചനത്തിലേക്ക് ഇറട്ടെ. ഇതൊക്കെ കുറിച്ചിട്ടോണം. നമ്മൾ ഈ പ്രാർത്ഥിച്ച പല വിഷയത്തിനും മറുപടി കിട്ടിയില്ലെന്നിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന, ബാബുച്ചാൻ പ്രാർത്ഥിക്കുന്ന, സണ്ണിപ്പാസ് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെന്നിരിക്കട്ടെ. അതിൽ നമ്മൾ അസ്വസ്ഥരാകരുത്. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ തേജസ് പ്രാപിക്കാനുള്ളത് പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ഒന്നുകൂടെ എന്ത് ചെയ്യണം, അടുക്കണം. അടുപ്പിക്കത്തില്ല പിശാച്. പിശാച് എന്ത് ചെയ്യത്തില്ല, അടുപ്പിക്കത്തില്ല. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഓരോരുത്തർ കർത്താവ് രക്ഷപ്പെടണേ, വഴി തുറക്കണേ, ജോലി കിട്ടണേ, നന്മയുണ്ടാകണേ, ഇവിടുന്ന് അങ്ങ് പോണേ. ചർച്ചയിൽ നിന്നല്ല കേട്ടോ, അല്ല ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ ഒക്കെ പോണേന്നൊക്കെ പറയും. പക്ഷെ ഒരെണ്ണം ഇതിനകത്ത് കയറി എന്ത് ചെയ്യത്തില്ല, ഇരിക്കത്തില്ല. ഇരുന്നാലങ്ങ് ഇറിറ്റേഷനാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ കുഴപ്പമല്ല, പിശാചിനോട്ട് എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. കുഞ്ഞെ നീ രക്ഷപ്പെടുമെന്ന് അവനറിയാം. പിണക്കമുണ്ടോ? എന്നാ കാണിക്കാനാ പിണങ്ങിയിട്ട് ഇല്ലേ കുഞ്ഞു? എന്നാ പറയാനാണ്? ഒന്നും. എന്നാൽ ദൈവസന്നിധിയിൽ ഒരു കാര്യം പറയാം. ഈ ഉപവാസ പ്രാർത്ഥന ഞാനിന്ന് രാവിലെ ഇവനോട് ഞാൻ പറഞ്ഞ പോലെ ഈ ഉപവാസ പ്രാർത്ഥന ചുമ്മാ പാടിയിട്ട് കാര്യമില്ല, കൃപ പ്രാപിച്ചണമെന്ന് പറഞ്ഞു. അപ്പോൾ കൃപ പ്രാപിക്കണം. ഇത് നല്ല അവസരമാണ്. ഇനിയും കിട്ടിയില്ലെന്ന് വരും. അടുത്ത വർഷം ഈ സമയത്ത് പാസ്റ്റർ ഉണ്ടോയെന്ന് അറിയത്തില്ല, കിട്ടിയില്ലെന്ന് വരും. ഉപവസിക്കാൻ പറ്റുമോയെന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ ഉപവസിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ടൈമാണ്. ഇപ്പോൾ നമ്മുടെ ടൈമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാപിച്ച കൃപ ഒന്നുകൂടെ എന്ത് ചെയ്യണം, ജ്വലിപ്പിക്കണം. ആ ദേഷ്യം ഒന്നുകൂടെ മൂപ്പിക്കണമെന്നല്ല. ഉപവാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരിയുടെ ദേഷ്യം കൂടി. അതിനെ മരവിപ്പിക്കണം, അതിനെ വലിച്ചു പറിച്ച് തോട്ടിക്കളണം. എന്നിട്ട് കൃപ എന്ത് ചെയ്യണം? ഞാനും പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. കർത്താവെ, ചിലപ്പോഴൊക്കെ അങ്ങ് ദേഷ്യം വരുന്നത്, അതൊക്കെ എന്ത് ചെയ്യണം, അങ്ങ് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീഴ്പ്പെടുന്നത്. കീഴ്പ്പെട്ടെങ്കിൽ മാത്രമേ വിടുതലുള്ളൂ. അപ്പം ഞാനൊരു കാര്യം പറയാം, ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം, ഒത്തിരി ക്രൗഡ് ഉണ്ടാക്കുന്നതല്ല നമ്മുടെ വിഷയം. കർത്താവ് വരുമ്പോൾ പോവുക എന്നുള്ളതാണ്. അതിന് ഈ ശരീരം നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് വീർപ്പിച്ച് കവിളും ചാടി നടന്നിട്ട് എന്നാ കാണിക്കാനാ? കർത്താവ് വരുമ്പോൾ പോയില്ലെങ്കിൽ പുഴു കൊണ്ടുപോകും. ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ആദ്യം നാളൊന്നും ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ജീവിക്കുന്ന കാലത്ത് കർത്താവിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ ശരീരവും നോക്കത്തൊന്നുമില്ല. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഒരു വഴി കിടക്കും. കാരണം തേജസ്സിൻ്റെ ഒരു ശരീരം ഉണ്ടല്ലോ. ആമേൻ. എൻ്റെ ഇപ്പോഴത്തെ ഒരു വിഷമമെന്ന് പറഞ്ഞാൽ, പോവുകയാണെങ്കിൽ പിള്ളേരെ ഞാൻ അവളെ എവിടെ ആക്കൂ എന്നുള്ളതാണ് വിഷയം. ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. അതെന്തെങ്കിലും കർത്താവ് ചെയ്യും.
എന്തോ വന്നോ 19-ാം ദിവസം ഇങ്ങനെയൊക്കെ പറയുന്നേ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഈ 19-ാം ദിവസം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോകുന്ന കാര്യമല്ല, പോയാൽ നല്ലത്. പക്ഷെ നമുക്ക് തേജസ് പ്രാപിക്കാം. തേജസ് എന്ത് ചെയ്യണം? പ്രാപിക്കാം. പിന്നെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കിതൊക്കെ വേണം. അതിന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഇരിക്കുക. അപ്പം പൗലോസ് പറയുകയാണ്, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ഈ കാലത്തിലെ കഷ്ടമൊന്നും വലിയ സാരമൊന്നും അല്ല. ഞങ്ങൾക്ക് എന്തോ ഉണ്ട്? വരുവാനിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. ആമേൻ, ആമേൻ. വെളിപ്പാട് പുസ്തകം 21 അധ്യായം എടുത്തേ. വെളിപ്പാട് 21 നമ്മുടെ ചിന്തയല്ല, പക്ഷെ ആത്മാവ് പറയുന്ന വാക്യം. വെളിപ്പാട് 21. ആ, കണ്ടില്ലേ? പുതിയ നിയമത്തിലാ. ഒന്നാം വാക്യം മുതലേ ആ മൈക്ക്. തേജസ് പ്രാപിക്കുമ്പോൾ നമ്മൾ എവിടെയാണെന്നറിയാമോ? ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയും കണ്ടു. യോഹന്നാൻ ഒന്ന് നിർത്തിക്ക്. യോഹന്നാൻ കണ്ടു, പുതിയ ആകാശവും കണ്ടു, പുതിയ ഭൂമിയും കണ്ടു. അപ്പൊ ഇന്ന് കാണുന്ന ഇതെല്ലാം എന്തു ചെയ്യും? ചുരുട്ടുന്ന പോലെ ചുരുട്ടി കത്തിച്ച് കളയും. ഇതെല്ലാം കത്തും. ഈ ബൈബിൾ കോളേജും കത്തും, ഈ ബിൽഡിങ്ങും കത്തും, നമ്മുടെ വീടും കത്തും, നമ്മൾ വാങ്ങിച്ചു കൂട്ടിയ പറമ്പുകളുണ്ടല്ലോ, കാട് കയറി കിടക്കുന്നത്, ഒരു ഗുണവും ഇല്ലെങ്കിലും ആർക്കും കൊടുക്കത്തില്ല, അതും കത്തും. അതും എന്തു ചെയ്യും? കത്തും. സ്തോത്രം. മർത്തോമക്കാരനും കത്തോലിക്കനും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ 10 പേർക്ക് വീട് വെച്ച് കൊടുക്കും. പെന്തക്കോസ്തുകാരനുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയിടും. ആർക്കും എന്ത് ചെയ്യത്തില്ല. ആർക്കും കൊടുക്കാത്തൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മളേ ഉള്ളൂ. നിങ്ങളോട് എതിർത്താലും കുഴപ്പമില്ല, സത്യമോ പറയുന്നത്. നമ്മൾ നോക്കിയുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ അച്ചായന്മാരുടെ കയ്യിലും പാസ്റ്റർമാരുടെ ഇരിക്കുന്ന കാശ് നോക്കിയുണ്ടല്ലോ, എന്തെല്ലാം ചെയ്യാമെന്നറിയാമോ? ഒന്നും ചെയ്യത്തില്ല. ഹോസ്പിറ്റലും പണിയത്തില്ല, കോളേജും പണിയത്തില്ല, ഒന്നും പണിയത്തില്ല. മറ്റവരങ്ങനല്ല, ആതുര സേവനം ചെയ്യും, ഇല്ലേ? ആതുര സേവനം ചെയ്യും. പക്ഷെ എന്താ ചെയ്താൽ ഇതെല്ലാം എന്തു ചെയ്യും? എല്ലാം പോവും, എല്ലാം കത്തും. രാമൻ പറഞ്ഞേ, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്കുണ്ടെന്ന് വല്ലതും പിടി കിട്ടിയോ? എന്തോ ഉണ്ട്? പുതിയ ആകാശവും ഭൂമിയും. അടുത്തെന്തുവാ? ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഈ സംഭവം എല്ലാം എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. അടുത്തത് സമുദ്രവും ഇനി ഇല്ല. അവിടെ എന്തില്ല? സമുദ്രം ഒന്നും അവിടെ ഇല്ല. അടുത്തത് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ. യെരുശലേം എങ്ങനെ ഇരിക്കും? ഭർത്താവിന് വേണ്ടി ഒരു മണവാട്ടിയെ അലങ്കരിച്ചു കൊണ്ടിരുന്ന കണ്ടിട്ടില്ലേ കല്യാണത്തിന്? എന്നതുപോലെ ആ പുതിയ യെരുശലേം അലങ്കരിച്ചിടുമെന്ന്. അല്ല, ചുമ്മാതൊന്നുമല്ല, അലങ്കരിച്ചിടും. അടുത്തത് മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. അതടക്കുന്നു, ഇറങ്ങി വരികയാ. അടുത്തത് സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അടുത്തത് അവൻ അവരോടുകൂടെ വസിക്കും. തേജസ് പ്രാപിച്ചാൽ അവൻ അവരോട് കൂടെ എന്ത് ചെയ്യും? വസിക്കും. രാമൻ പറ. ജീസസ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊന്നും അല്ല ഈ ഉപവാസ പ്രാർത്ഥന കിട്ടുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ലൈവിൽ തന്നെ നോക്കിക്കുക, ചില ഉപവാസ പ്രാർത്ഥനയൊക്കെ 200-250 പേരാ നോൺ സ്റ്റോപ്പായിട്ട് ലൈവിൽ കിടക്കും. നമുക്കാണെങ്കിൽ നോൺ സ്റ്റോപ്പായിട്ട് 50 പേരാ, 50 പേരാ. ആളില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ ഇവർക്ക്? ഒന്നുമില്ല. എനിക്ക് അവരെ അറിയത്തു പോലും ഇല്ല. പിന്നെ എന്താ ഈ 50 നിൽക്കുന്നറിയോ? നിത്യതയിൽ പോകുന്ന 50 ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പോട്ടെ. ഇപ്പം മീഡിയ മൊത്തം നിറഞ്ഞുകൊണ്ടിരിക്കുക, 11 ഒരുത്തം കാണിച്ചു കൂട്ടിയത്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിന് വേണ്ടി നിന്നോണം. നമുക്കൊരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് അവനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും?
വസിക്കും. ഉറപ്പുണ്ടോ? ഇന്ന് ഈ ദൂത് കേൾക്കാൻ എത്ര പേർക്ക് ധൈര്യം ആഗ്രഹമുണ്ട്? കരമുയർത്തി സ്തോത്രം ചെയ്തേ. അവനോടുകൂടെ എന്ത് ചെയ്യും? വസിക്കും. നമ്മൾ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. അവനോടുകൂടെ വസിക്കാൻ പ്രാർത്ഥിക്കണം. ബാക്കിയൊന്നും സാരമില്ലെന്നേ, ദൈവം നോക്കിക്കോളും. മക്കളെ തന്ന ദൈവമല്ലേ, ദൈവം നോക്കിക്കോളും. അല്ലേ? മക്കളെ തന്ന ആരാ? ദൈവമല്ലേ. അപ്പൊ അവരുടെ കാര്യം ആര് നോക്കും? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്. ഏദൻ തോട്ടം ഉണ്ടാക്കിയത് ആമേൻ എങ്ങനെയാണ്? മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? മനുഷ്യനെ സൃഷ്ടിച്ചത് ആമേൻ വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഒന്നും അല്ലല്ലോ, നിലത്തെ മണ്ണ് കൊണ്ടല്ലേ. മണ്ണെന്തോ 6-ാം ദിവസമാണോ ദൈവം സൃഷ്ടിച്ചേ? ദൈവം 1-ാം ദിവസം കരയും വെള്ളവും തമ്മിൽ എന്ത് ചെയ്തു? അപ്പം അവിടെ എന്തോ ഉണ്ട്? മണ്ണുണ്ടല്ലോ, പൂഴിയുണ്ടല്ലോ, പൊടിയുണ്ടല്ലോ. അതുകൊണ്ട് ദൈവം 1-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഈ 2, 3, 4, 5 ദിവസങ്ങൾ ദൈവത്തിന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കായിരുന്നല്ലോ. എൻ്റെ ചിന്ത പറയുക, എന്താ ദൈവം 1-ാം ദിവസം ഉണ്ടാക്കാൻ? ഞാൻ ആമേൻ, ദൈവത്തിന് നിർബന്ധമുണ്ട്. എൻ്റെ അകത്തിരിക്കുന്ന ഈ ജീവൻ പുറത്തു വരുമ്പോൾ അവൻ ഒന്നിനും കുറവ് വരരുത്. അതിന് വേണ്ടതെല്ലാം ദൈവം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റിലാണ് എന്നെ എടുത്ത് പുറത്തു വെച്ചേ. മോശ പറഞ്ഞു ഞാൻ സൃഷ്ടിയാണെന്ന്. മോശ എന്താ പറഞ്ഞേ? ഞാൻ സൃഷ്ടിയാണ്. അതുകൊണ്ട് മോശ പറഞ്ഞു എന്നെ അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിലത്തെ പൊടി കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കി എന്നെ സൃഷ്ടിച്ചു. അങ്ങനല്ലേ? ഉണ്ടാക്കി സൃഷ്ടിച്ചു. എന്നാൽ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് എഫേസ്യ ലേഖനം എഴുതി പറയുക, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ എന്നെ കണ്ടെന്ന്. ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. മോശ പറയുകയാണ് എന്നെ ഉണ്ടാക്കിയെന്ന്, പൗലോസ് പറയുകയാണ് എന്നെ അവനിൽ ഉണ്ടാക്കിയെന്ന്, അവനിൽ കണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ ഭാഷ നമുക്ക് എടുക്കാം. പൗലോസ് പറയുകയാണ് ഞാൻ സൃഷ്ടിയല്ല, ഞാൻ അവന്റെ ജീവനാണ്. ഞാൻ അവന്റെ, എനിക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. 2 പേരും ആരാണ്? എൻ്റെ ജീവനാ, എൻ്റെ രക്തമാ, എൻ്റെ ശരീരമാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ രക്തമാണ്, എൻ്റെ കർത്താവിൻ്റെ ശരീരമാണ്. ഞാൻ മണ്ണല്ല. അപ്പൊ അങ്ങനെ ഉത്തരവാദിത്വമുള്ള എൻ്റെ കൊച്ചിന് വേണ്ടി നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അപ്പനാ ഞാൻ. എങ്ങനെയും ജീവിക്കട്ടെ എന്ന് ഒരിക്കലും ഞാൻ ഒരു സെക്കൻഡ് പോലും പ്രതീക്ഷിക്കുന്നില്ല. റൂഫസ് എങ്ങനെയും ജീവിക്കട്ടെ, യോശുവ എങ്ങനെയും ജീവിക്കട്ടെ ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ അപ്പനല്ല. എൻ്റെ ഉറക്കത്തിലും എൻ്റെ നടക്കലും എൻ്റെ ഇരിപ്പിലും ഒക്കെ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വേണം, നല്ലത് പഠിപ്പിക്കണം, അവർ നല്ല മാർക്ക് വാങ്ങണം, നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ സ്വർഗത്തിലെ ദൈവം അവൻ്റെ അകത്തിരുന്ന ജീവനായി എന്നെയും നിന്നെയും പുറത്തു കൊണ്ടുവന്നിട്ട് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. തെണ്ടിത്തിരിഞ്ഞ് നടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടതെല്ലാം ആ തോട്ടത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ സ്തോത്രം പറയണം. ആ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടവും അത് സാരമില്ലെന്നേ ദൈവം എല്ലാം കാണുന്നുണ്ട്. ഓ ജീസസ്. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്നോടുകൂടെ എനിക്ക് എന്ത് ചെയ്യണം? അതിനാ പൗലോസ് പറഞ്ഞേ വരുവാനുള്ള തേജസ് വിചാരിച്ച. എന്താ തേജസ്? കുറച്ച് പുകപടലങ്ങളാണോ തേജസ്? ആണോ? കുറച്ച് പുക നോക്കിയപ്പോൾ ഉണ്ടോ ഒത്തിരി പുക ഇങ്ങനെ നിൽക്കുന്നത് തേജസ്സാണോ? അല്ല, എൻ്റെ കർത്താവാ തേജസ്. വരുവാനുള്ള യേശുവിനെ വിചാരിച്ചാൽ, വരുവാനുള്ള യേശുവിനുള്ള ജീവിതം വിചാരിച്ചാൽ, വരുവാനുള്ള യേശുവിൻ്റെ കൂടെ ഉള്ളതായ ആ ലൈഫ് ഒന്ന് ചിന്തിച്ചാൽ, ഈ ലോകത്തിലെ കഷ്ടം എനിക്ക് എന്തല്ലെന്ന്. അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ കണ്ടത് അവനോടുകൂടെ എന്ത് ചെയ്യും? വസിക്കും. ഒരാമയം പറഞ്ഞേ. 19-ാം ദിവസം ഞാൻ ആത്മാവി പറയുക, ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൂത് പറയുക, നിങ്ങൾ കർത്താവിൻ്റെ കൂടെ വസിക്കുന്നവരാണ്, വസിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ഇന്ന് പരോക്ഷമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ പ്രത്യക്ഷമായി വസിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. അന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും ആമേൻ മണവാളിന് വേണ്ടി മണവാട്ടിയെ ഒരുക്കിയിരിക്കുന്ന പോലെ സ്വർഗത്തിൽ നിന്നും മനുഷ്യരോടുകൂടെയുള്ള ദൈവത്തിന്റെ കൂടാരം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആമേൻ, ആമേൻ.
ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ അന്ന് ഞാൻ, ഇന്ന് രാവിലെ പറഞ്ഞാട്ടെ, ഞാൻ അവനോട് കൂടെ വസിക്കും. അവനോട് കൂടെ വസിക്കും. ഓ, ഇന്ന് രാവിലെ ഞാൻ പറയുന്ന സാരാഫത്തിലെ വിധവയുടെ വീട്ടിലെ അപ്പത്തിന്റെ കണക്കോ, കാക്ക കൊണ്ടുവന്ന അപ്പത്തിന്റെ കണക്കോ, കെരീത്തിലെ തോട്ടിലെ വെള്ളത്തിന്റെ അളവോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ആമേൻ. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് അവനോട് കൂടെ വസിക്കാനായി ഒരു തേജസ് നമ്മിൽ വ്യാപരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയത് വീണ്ടും നമ്മെ ഉടുപ്പിക്കുമെന്ന്. ആമേൻ. ഇതിൽ സന്തോഷിക്കണം. ഇതിൽ നിങ്ങൾ സന്തോഷിക്കണം. ഇന്ന് വന്നത് വെറുതെ ആയെന്ന് പറയരുത്. നമുക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാനിന്ന് ആരാധന കഴിയുമ്പോൾ ആമേൻ സണ്ണിപ്പാസോട് പറയാം, പാസ്റ്റർ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ 1 കോടി രൂപ ഇട്ട് തരുമെന്ന് പറയുക. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് എപ്പോഴാണ്? ഞാൻ പറയും നാളെ ആട്ടെന്ന് പറയും. ഇന്ന് രാത്രി പുള്ളി ഉറങ്ങത്തില്ല. പുള്ളി എന്ത് ചെയ്യത്തില്ല? സിനിമാവ നോക്കുന്നു. ഇന്ന് രാത്രി എന്ത് ചെയ്യത്തില്ല? ഉറങ്ങത്തില്ല. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കും, വന്നോന്ന്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? എന്നാ സന്തോഷം അറിയോ? അവിടെ കിടന്നുകൊണ്ട് എന്തോ ചെയ്യുന്നറിയോ? ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്യും. പണ്ട് 4 ഉപദേശിമാർ ഒരു യാത്രയ്ക്ക് പോയ കഥ കേട്ടിട്ടുണ്ട്. ഒരു കാറിൽ 4 ഉപദേശിമാർ പോവുക. ഇങ്ങനെ പോയി ഒരു ഇത്ര സമയം കഴിഞ്ഞപ്പോൾ പാലക്കാട് വടക്കാഞ്ചേരി ഭാഗമായി. അവിടെ ചെന്നപ്പോൾ എന്തെന്നറിയാമോ? ചായ കുടിക്കാൻ ഇറങ്ങിയപ്പം ഒരുത്തൻ വന്നിട്ട് ലോട്ടറിക്കാരനാണ് കൊണ്ടെന്ന് പറഞ്ഞ്, സാറേ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു, ബമ്പറാന്ന് പറഞ്ഞു. ഉപദേശിമാർക്ക് 4 പേർക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെ ഒരുത്തൻ ചിന്തിക്കുക, മറ്റവൻ എന്നാ ചിന്തിക്കുമെന്ന്. 4 പേരുടെ ചിന്ത ഒന്നാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഉപദേശി എന്നാ ചിന്തിക്കും. ഇവർ കണ്ണി നോക്കുക. അവസാനം ഒരു ഉപദേശി ചാടിക്കറി പറഞ്ഞു, നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് അടിച്ചു കഴിഞ്ഞാൽ 4 പേർക്കും വേണ്ടേ? അപ്പോൾ ഒരു കാര്യം ചെയ്യ്, 200 രൂപ. അപ്പം 4, നീ 50 ഇടും, ഞാൻ 50. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യാം? 100 കൊടുത്തതിന് പിന്നെ കൂടുതൽ കൊടുക്കണ്ടേ? 4 കൂടെ വീതിക്കുക. അപ്പം 4 പേർക്ക് 50 4 ബമ്പർ എടുത്തു. ചായ കൂടി കഴിഞ്ഞ് കാറിൽ കയറി പോകുന്ന വഴിക്ക് കോയമ്പത്തൂർ വരെ പ്രാർത്ഥിച്ചു. എന്തോ പ്രാർത്ഥിച്ചറിയോ? കർത്താവേ, ഇതെന്ത് ചെയ്യണം? അടിക്കണം. എന്നിട്ട് പ്രാർത്ഥന, ഞങ്ങൾക്കല്ല യഹോവേ അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇത് അടിച്ചാൽ ഞാൻ ചിൽഡ്രൻസ് ഹോം പണിയെന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു, ഇത് അടിച്ചാൽ എൻ്റെ സഭ പണിയെന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു, ഇത് അടിച്ചാൽ ഞാൻ വേറെ കണ്ടൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഈ സാധനം കയ്യിരിക്കുകയല്ലേ, ഇത് വിശ്വസ്തനെ ഏൽപ്പിക്കണം. അപ്പോൾ ഒരുത്തൻ്റെ കൊടുത്തപ്പോൾ പറഞ്ഞു, നീ വെക്കണ്ട, മറ്റവൻ്റെ കൊടുക്കാൻ പറഞ്ഞു. കാരണം അടിച്ച ഇവൻ മുങ്ങി അറിയത്തില്ല. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? പ്രാർത്ഥന ഭയങ്കരമാണ്. കർത്താവിനെ അങ്ങ് പൊക്കി കാറയിരുന്ന്. കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ചു തരുവാന്ന് പറഞ്ഞു. അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അടുത്ത ദിവസം പത്രം വന്നപ്പോൾ നോക്കിയപ്പോൾ അടിച്ചു. കൊല്ലംകാർക്ക് അടിച്ചേ. ആർക്കാ അടിച്ചേ? കൊല്ലംകാർക്ക് അടിച്ചേ. ദൈവം ഒരു കാര്യം പറയാ, ഈ ലോകത്തിലല്ല നമുക്ക് പ്രതീക്ഷ, ലോട്ടറി അടിക്കുന്നതിലല്ല പ്രതീക്ഷ, അവനോട് കൂടെ വസിക്കുക എന്നുള്ളതാ. ഇന്ന് രാവിലെ ആത്മാവെ ശ്രദ്ധിക്കണം. 40 കഴിയുമ്പോൾ ആർക്കും ലോട്ടറി അങ്ങ് അടിക്കത്തില്ല. എന്ത് ചെയ്യത്തില്ല? ലോട്ടറി ഒന്നും അടിക്കത്തില്ല. പണ്ടൊരിക്കൽ ഒരു അമ്മാമ്മ എന്നോട് പറഞ്ഞു, അമേരിക്കയിലൊരു അമ്മാമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്, അടിക്കുവാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ അടിക്കത്തില്ലെന്ന് പറഞ്ഞു. അവർക്ക് അങ്ങ് ദേഷ്യമായി. ഞാൻ പറഞ്ഞു അടിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു? അമ്മാമ്മ പറഞ്ഞില്ലേ, അടിച്ചാൽ ദൈവരാജ്യത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞില്ലയോ? അക്കൗണ്ടിൽ കിടക്കുന്നിടത്ത് കൊടുക്ക്, അപ്പോൾ ബാക്കി അടിക്കുന്നു. അത് കൊടുക്കത്തില്ല. അപ്പോൾ ലക്ഷ്യം എന്തുവാ? ദൈവരാജ്യത്തിന് കൊടുക്കാൻ വേണ്ടിയാണോ? അല്ല. പിന്നെ ഈ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന അങ്ങനെ കുറേ വിദ്വാന്മാരുണ്ട്.
ദൈവത്തിന് സത്യം. അയ്യോ, ഞങ്ങൾ എത്ര പേരെ കാണുന്ന അറിയോ? ഓരോരുത്തർ വന്ന് അടിക്കുന്ന അടി കേട്ട് കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകും. ഞാനൊരു കാര്യം പറയാം. നിന്റെ അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ എന്ത് ചെയ്യുന്നു? കാര്യം നടക്കാൻ കർത്താവിനെ സോപ്പിടല്ലേ, കിട്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോകത്തിൽ ലോട്ടറി അടിക്കുന്നതല്ല, അവനോടുകൂടെ വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം. ഇതൊക്കെ ഫ്രീ ആവാ. ഇത് കേട്ടോണം. ഇതൊക്കെ എന്താണെന്നറിയോ? ഒരു ചെലവില്ല. പ്രാർത്ഥിച്ചോണം. ഈ ഉപവാസ പ്രാർത്ഥന ഏറ്റെടുക്കണം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നൊരു സഹോദരി വിളിച്ചു. കോട്ടയത്താണെന്നും പറഞ്ഞാൽ വിളിച്ചേ. കോട്ടയത്തൊരു ഗ്രൂപ്പ്, പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. കോട്ടയത്തുള്ള ഗ്രൂപ്പ്. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ എവിടെയാണ്? കോട്ടയത്ത് എവിടെ? ഞങ്ങൾ അവിടെ വരാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞു, ഇത്രയും ദൂരമൊന്നും നിങ്ങളിവിടെ വരണ്ടാന്ന്. അവർ ഞെട്ടി. കാരണം പലരെയും വിളിച്ചിട്ട് അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അവരെല്ലാം പറഞ്ഞു ഇങ്ങോട്ടേക്ക് പോരാനാണ് പറഞ്ഞ്. അവർ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ കോട്ടയത്ത് ഞങ്ങൾ ഇന്നടുത്ത് വരാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യം. അപ്പോൾ പറയാണ്, പാസ്റ്റർ അവിടെ ഒരു കുഴപ്പമുണ്ട്, ഇപ്പം ഞങ്ങൾ പോകുന്നില്ല. ഞാൻ വെച്ചാൽ എന്താ കാര്യം? അവിടെ പാസ്റ്ററെ കണ്ട് പേഴ്സണലി പ്രാർത്ഥിക്കണമെങ്കിൽ 4000 രൂപ അടയ്ക്കണം. പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ 4000 രൂപ എന്ത് ചെയ്യണം? അടയ്ക്കണം. അപ്പോൾ പാസ്റ്റർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയിരിക്കും. അപ്പോൾ ഡോക്ടർമാരുടെ മുമ്പിൽ നമ്മൾ പോയി ക്യൂ ഇരിക്കുന്നവണൊക്കെ അവിടെ പോയി എന്ത് ചെയ്യണം? ഈ പാവങ്ങൾ തിരുവനന്തപുരത്തുനിന്നും കോട്ടയത്തുനിന്നും പിന്നെ വേറെ കാര്യം, ഇതിനൊക്കെ കൊടുക്കാനുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ. പോട്ടെന്ന് 4000 രൂപ കൊടുത്തിട്ട് ഇരിക്കുക, അപ്പോയിൻമെൻ്റ് എടുത്ത്. എന്തിനാ? പ്രവചനം കേൾക്കാൻ. ബിസിനസ് അല്ലേ? നമ്മളെന്തെങ്കിലും പൈസ കൊടുക്കുന്നോ? ഫ്രീയാ. എന്നെ പ്രവചനമൊന്നും കേൾക്കുന്നില്ലായിരിക്കും. അപ്പം നോക്കിക്കേ, ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തിലെ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, പട്ടിണി കിടന്നാലും കർത്താവിനെ വിട്ടുപോകരുത്. കിടക്കുന്ന കിടക്കാടം ജപ്തിയെടുത്ത് പോയാലും കർത്താവിനെ വിട്ടുപോകരുത്. നീ ആഗ്രഹിക്കുന്ന പലതും നിനക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ അപ്പായെ വിട്ട് നിങ്ങൾ പോകരുത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ അപ്പാടെ മുഖം വിഷമിക്കാൻ ഇട വരരുത്. ഇത് സാരമില്ല പ്രിയരെ. കല്യാണം നടക്കുന്നില്ലയോ? സാരമില്ലെന്ന് പറ. എപ്പോഴും കർത്താവിനെ കല്ലറയ്ക്കകത്ത് വെക്കാൻ പറ്റത്തില്ല. 3 ദിവസമേ കൂടി വന്നാൽ വെക്കാൻ പറ്റൂ. ആ 3 ദിവസം എത്ര നമ്മുടെ ജീവിതത്തിലെ മണിക്കൂറാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, 3-ാം ദിവസം ദൂതനിറങ്ങി കല്ലുരുട്ടിയെങ്കിൽ നിന്റെ കൊച്ചിനെ എന്നും ഇങ്ങനെ കിടത്തത്തില്ല. നിന്റെ സ്ഥിതി എന്നും ഇങ്ങനെ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പയ്യെ പോയാൽ മതി. ആവേശം കാണിക്കേണ്ട. ഉച്ചിയും കുത്തി മൂക്ക് പിടിച്ച് പല്ലും പറഞ്ഞ് താഴെ കിടക്കും. മലയാളത്തിൽ ചൊല്ലുണ്ട്, പയ്യെ തിന്നാൽ ബഹളമൊന്നും വെക്കണ്ട, കർത്താവ് നിങ്ങളെ മാനിക്കും. ഇവിടെ ഇരിക്കുന്ന പലരും തലമുറയുടെ നന്മകൾ കാണും. നിങ്ങളുടെ കയ്യിൽ ഒരു കൊച്ചുമക്കൾ കയ്യിലിരിക്കും, നിങ്ങളുടെ മടിയിലിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. 2 മക്കളുണ്ട്, 2 പേരും കല്യാണം കഴിച്ചിരിക്കും. പയ്യെ പോയാൽ മതി. ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടം പറഞ്ഞുകൊണ്ട് പുറുപുറുത്തും തമ്മിത്തല്ലിയും പരാതി പറഞ്ഞും ബെഡ്റൂമിൽ അടിയുണ്ടാക്കിയും പോകരുത്. മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. മുട്ടുമടക്കി എന്ത് ചെയ്യണം? നമ്മുടെ ബെഡ്റൂം അടിയുണ്ടാക്കാൻ ഉപയോഗിക്കരുത്. പലരുടെയും ബെഡ്റൂം എന്തിനാ ഉപയോഗിക്കുന്ന അറിയാമോ? തലേണ വെച്ച് അടിക്കാൻ. നിന്നെയും കൊല്ലും, ഞാനും ചാവും. നമ്മൾ ദൈവമക്കളാ. നമ്മുടെ ബെഡ്റൂം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മുറിയാകണം. പ്രശ്നം വരുമ്പോൾ കൈ കോർത്ത് വെച്ച് എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും കൂടെ ആ കട്ടിലേക്ക് കയറിയിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പച്ചയ്ക്ക് മലയാളത്തിൽ പറയുക, ഞങ്ങൾ ചെയ്യുന്ന കാര്യം. എൻ്റെ ഭാര്യ കേട്ടോണ്ടിരിക്കുക. ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് അധികം ഭാരം വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എന്താ അറിയാമോ?
ഞങ്ങൾ മുട്ടുമടക്കി കൈകോർത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഇവിടെ വരെ എത്തിയേ. ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാ. ഇത് കടം വരുമ്പോൾ ഭാര്യയോട് മിണ്ടത്തില്ല, കടക്കാരെ വിളിക്കുമ്പോൾ ഭർത്താവിനോട് മിണ്ടത്തില്ല, അവിടെ കിടന്ന് അടിയ. പിശാച് മാറി ഇത് ചിരിക്കുക. പണ്ട് അടി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുമായിരുന്നു. എന്തിനറിയാമോ? മൂപ്പിക്കുക ഇല്ലേ ചോദിച്ചാ? ഇങ്ങനെ കാണിക്കും. പിശാച് മാറി ഇത് ഇങ്ങനെ കാണിക്കുക. ചില കുടുംബങ്ങളെ നോക്കി അടിക്കടാ, അടി അങ്ങോട്ട്. ഈ പ്രാർത്ഥനയിൽ അത് തകരണം. ഈ പ്രാർത്ഥനയിൽ അത് എന്ത് ചെയ്യണം? ഇതൊക്കെ കേൾക്കണ്ടാത്തോണ്ടാ ഇതിനകത്ത് കേറ്റാത്തെ. തലയെ കൈവച്ച് വാലല്ല തലയാക്കുമെന്ന് പറയുന്ന പരിപാടി അല്ല ഈ 20-ാം ദിവസം, ഈ 19-ാം ദിവസം. ഈ പ്രാർത്ഥന നമ്മളെ ക്രിസ്തുവിന് എന്ത് ചെയ്യുക? കീഴ്പ്പെടുത്തുക. പിശാചിനോട് എന്ത് ചെയ്യുക? മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പൊന്നു മാതാപിതാക്കളെ ഒന്ന് സ്തോത്രം പറയാമോ? എന്നെ സ്നേഹിക്കുന്നവരാ നിങ്ങൾ. അതുപോലെ ചങ്ക് പറിച്ചാ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത്. സാരമില്ലെന്ന് വെക്കുന്നേ, സാരമില്ലെന്ന് വെക്ക്. കാലത്തിലെ കഷ്ടം എന്തല്ല. വലിയ പ്രശ്നം മാറാൻ വേണ്ടി ഉപവാസം തുടങ്ങി. ഇപ്പൊ ചെറിയ പ്രശ്നം ഓരോ ദിവസവും എന്ത് ചെയ്യുക? സാരമില്ലെന്നേ. ഇതിനല്ലല്ലോ നമ്മൾ ഇറങ്ങിയേ. നമ്മുടെ തേജസ് വിചാരിച്ചാൽ, സ്തോത്രം പറഞ്ഞേ, നമ്മുടെ തേജസ് അത് വിചാരിക്കണം. അത് വിചാരിക്കാതെ വരുമ്പോൾ നമ്മൾ പരാതി പറയുന്നേ, ദൈവത്തോട് പിറുപിറുക്കുന്നേ. വിചാരിക്കണം. ഇന്ന് 19-ാം ദിവസം അല്ലേ? 19-ാം ദിവസം. 19-ാം ദിവസം തലേ കവിച്ച് ദൂതൊന്നും പറയുന്നില്ല. നമ്മളൊന്ന് വിചാരിച്ചിട്ട് പോകാൻ പോവാ. എല്ലാ പ്രാർത്ഥനയിലും അറിയാം, ഓരോ സെഷനിലും ഓരോ ദൂതുകളാണ്. അതെല്ലാം ദൂതായിട്ട് മാത്രം, പ്രസംഗം മാത്രം കട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങൾ പിന്നീട് കേട്ടാൽ മതി. ഇന്നത്തെ വിഷയം എന്തോ വിചാരിക്കുക. ഈ ലോകത്തിലെ കഷ്ടമല്ല വിചാരിക്കേണ്ടത്, വരുവാനുള്ള തേജസ് വിചാരിക്കുക. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ എനിക്കിത് വിഷയമല്ല. ആമേൻ, ആമേൻ പറഞ്ഞേ. അപ്പൊ നമ്മളെ കൊണ്ട് ഈ മേളത്തെ സാധനം വിചാരിപ്പിക്കത്തില്ല. അതിനാ പത്രോസ് പറഞ്ഞ്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണെന്ത് ചെയ്യുന്നു? കാരണം എന്താ കുരുടാക്കുന്ന? എന്തിനാ? വിചാരിക്കാതിരിക്കാൻ. എന്നും മലയാളത്തിൽ ഒന്നുകൂടെ പറഞ്ഞ്, നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യുന്ന വെച്ചാൽ കെട്ടുന്നു. നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യുന്നു? കെട്ടുന്നു. നമ്മുടെ ബുദ്ധിയെ കെട്ടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, നീ വിചാരിച്ചാൽ നീ രക്ഷപ്പെടും, നീ ശക്തിപ്പെടും. ആമേൻ, ആമേൻ. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പൗലോസ് പറയുകയാ, എനിക്കിത് സാരമല്ല. ഇതിനു മുമ്പ് നമുക്കിത് സാരമായിരുന്നു. ഇതിൻ്റെ വ്യത്യസ്തത നോക്കണം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്കിത് സാരമായിരുന്നു. യേശുവിനെ അറിയുന്നതിന് മുമ്പ്, ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഭയങ്കര സാരമായിരുന്നു. അന്നേരമാണ് 2 തലയും കൈവച്ചുകൊണ്ട് എന്നെങ്ങനേലും രക്ഷിക്കണേന്നും പറഞ്ഞതിനകത്ത് കയറി വന്നത്. ഇതിനകത്ത് കയറി വന്നപ്പോഴത്തേന് അങ്ങായി, എങ്ങനോ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പഴയതിനെക്കാട്ടിലും വലിയ പ്രശ്നം. ഇപ്പോൾ എന്ത് ചെയ്യുമോ? അവിടെ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. കുഴപ്പം ഇല്ലായിരുന്നു. ഇതിനകത്ത് വന്നപ്പോൾ എല്ലാം കുഴപ്പമായി. പക്ഷെ അവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, പ്രശ്നം വന്ന പക്ഷെ തലം മാറി. മനസ്സിലായോ? പ്രശ്നം വന്ന പക്ഷെ എന്തോ മാറി? സിറ്റുവേഷൻ മാറി, തലം മാറി. അവിടുത്തെ കുഴപ്പം എന്താ ചോദിച്ചാൽ പറയാം. അവിടെ 50,000 രൂപ കടയുള്ള, ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ 1.5 ആയി. പക്ഷെ 50,000 പിശാച് പറയാണ് ആത്മഹത്യ ചെയ്യാം. പക്ഷെ ഇവിടെ 1.5 ആയിട്ടും ആ ഒരു സാധനം കയറുന്നില്ല അകത്ത്. മനസ്സിലാവുന്നുണ്ടോ? സാരമില്ലെന്ന് പറഞ്ഞ അർത്ഥം കണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ.
പണ്ട് പൗലോസ് എല്ലാവരും വെട്ടിക്കൊല്ലുമായിരുന്നു, ഇപ്പൊ പൗലോസിനെ വെട്ടാൻ ആള് നിൽക്കുക അല്ലേ? ശൗലായിരിക്കുമ്പോൾ പലരെയും അവൻ എന്ത് ചെയ്തു? ഈ മാർഗക്കാരെ മുഴുവനും എന്ത് ചെയ്തെന്നാ? എന്നോടുണ്ടോ നിങ്ങള്? ഈ മാർഗക്കാരെ മുഴുവനും നശിപ്പിച്ചു. പക്ഷെ ഇപ്പൊ പൗലോസിന് നേരെ നിൽക്കുക. പക്ഷെ പൗലോസ് പറയുന്നത് എന്താ പറയുക? പഴയ വാളൊന്നും വേണ്ട, ഇത് സാരമില്ലെന്ന്. അവൻ കൂത്തുന്നേ കൂത്തട്ടെ, അവൻ വെട്ടുന്നതിൽ എന്ത് ചെയ്യട്ടെ? വെട്ടട്ടെ. 39 അടി അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ. വസ്ത്രമെല്ലാം മാറി അഗ്നനഗ്നനായി നിർത്തി കൈ കെട്ടിയിട്ട് പുറം മുഴുവനും ഉഴുവുചാല് പോലെ ചന്തയെ കൊണ്ട് അടിച്ചപ്പോഴും പൗലോസ് പറയാ സാരമില്ലെന്ന്. എന്നിട്ട് പൗലോസ് പറഞ്ഞ കള്ളം സഹോദരന്മാരുള്ള ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള അങ്ങനെ കുറെ സഹോദരന്മാരുണ്ട്. ചിരിച്ചു കാണിക്കും, പക്ഷെ അടിക്കൂടെ എന്ത് ചെയ്യും? എന്തോ പൗലോസിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മുമ്പോട്ടൊന്നും വരത്തില്ല, പുറകോട്ട് വരുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ കീഴിക്കൂടെ എന്ത് ചെയ്യും? എൻ്റെ ഭാഷയല്ല, പൗലോസിന്റെ ഭാഷയാ. കള്ള സഹോദരന്മാരാലുള്ള അവരെ വിളിച്ച വിളിയാ ഈ പൗലോസൊക്കെ വിളിച്ച വിളി. ഞാനിവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. സഹോദര, അപ്പൊ നോക്കിക്കേ, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, കടലിലെ കരയിലെ ഇതെല്ലാം സഹിച്ചിട്ട് പൗലോസ് പറയാ സാരമില്ലെന്നേ. ഇന്ന് രാവിലെ പറയാമോ? ഇന്ന് രാവിലെ നിങ്ങൾ പറഞ്ഞില്ലേ ഇതെന്നു മാറുമെന്ന് ചോദിച്ചില്ലേ? ആമേ, ഈ കഷ്ടം എന്നു മാറുമെന്ന് ചോദിച്ചില്ലേ? നമ്മൾ പലപ്പോഴും പാടിയില്ലയോ, കണ്ണുനീ എന്നു മാറുമോ? ആ പാട്ടൊക്കെ നിർത്തണം. ആ പാട്ടൊന്നും എന്ത് ചെയ്യരുത്, പാടി കരയൊന്നും വേണ്ട. പ്രത്യാശയുള്ളവൻ പറയും, ഇകത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം വരുമല്ലോ. ഇകത്തിലെ ദുരിതങ്ങൾ പരത്തിലേക്കുയരും നാൾ വരുമല്ലോ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം വന്നിടുക്കാം തന്റെ മുഖം കാൺമാൻ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം വന്നിടുക്കാം തന്റെ മുഖം കാൺമാൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി, സ്വർഗീയ മണവാളനെ എതിരേൽക്കാൻ സമയമായി. ഇന്ന് രാവിലെ പ്രതീക്ഷയോടും പ്രത്യാശയോടും ഞാൻ പറയാം, നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. സ്തെഫാനോസിൻ്റെ ദേഹത്ത് കൂർത്ത കല്ലുകൾ വന്ന് പതിക്കുമ്പോൾ, അസ്ഥിയൊടിഞ്ഞ് മാംസം കീറി ചോര വാർന്നവനായി നിൽക്കുമ്പോൾ, മുട്ടേ നിന്നുകൊണ്ട് കൈമലർത്തി സ്വർഗത്തിലേക്ക് നോക്കി. ഭക്തൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത്
സ്വർഗം അവന് വേണ്ടി തുറന്നിരിക്കുന്നതാ. കല്ല് വീഴുമ്പോഴും, നിന്ന വീഴുമ്പോഴും, വേദന വരുമ്പോഴും, കഷ്ടത വരുമ്പോഴും ഇത് സാരമില്ലെന്നെണ്ണി സ്വർഗത്തിലേക്ക് നോക്ക. അവിടെ നിനക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചിരിക്കുകയാ. ഇന്ന് രാവിലെ പ്രതീക്ഷ ഉള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ആത്മനിറവിൽ ഞാൻ പറയാ, ഈ ലോകത്തിലെ കഷ്ടം നിന്നെ ഒതുക്കാൻ പറ്റില്ല. കാരണം അതിൽ വേറൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാ. അതുകൊണ്ട് ഇവയ്ക്കൊന്നും നമ്മെ തകർക്കാൻ പറ്റില്ല. ഞാൻ അവനോട് കൂടെ വസിക്കും. ഞാൻ അവനോട് കൂടെ എന്ത് ചെയ്യും? അതുകൊണ്ട് സ്തേഫാനോസ് മുട്ടുമടക്കിയേ. വേദനയുടെ നടുവിൽ കല്ലുകൾ വീഴുമ്പോൾ മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് നോക്കി. പൗലോസിന്റെ കയ്യിൽ ചങ്ങല കിടക്കുമ്പോ, കാലിൽ വീതിയുള്ള ആമം കിടക്കുമ്പോ ആമൻ നാവെടുത്ത് ആരാധിച്ചത്, ഈ ചങ്ങലയ്ക്ക് ഒന്നും എനിക്ക് സാരമല്ല, ഈ ആമം എനിക്ക് സാരമല്ല. തേജസ് വിചാരിച്ചവൻ ആരാധിച്ചു. റിസൾട്ട് ചങ്ങല അഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇരുന്നിരുന്ന സ്ഥലം മുഴുവനും ഇളകി. അവിടെ ഒരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്, ആ തടവറയിൽ എത്ര പേര് കിടപ്പുണ്ടോ അവരെല്ലാം വിടുവിക്കപ്പെട്ടു. ഇന്ന് പകൽ നീ ആരാധിക്കുമ്പോൾ നിനക്ക് മാത്രമല്ല വിടുതൽ, നിന്റെ കുടുംബത്തിലുള്ള സകലതിനും വിടുതലാ. അതുകൊണ്ടാ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നേ. ബാബുചാന്റെ വീട്ടില് ആമ 3 മക്കളും ദൈവവുമായിട്ട് ബന്ധമില്ല, പ്രാർത്ഥിക്കത്തില്ല, ചർച്ച വരത്തില്ല, ഉപവസിക്കത്തില്ല എന്നിരിക്കട്ടെ. പക്ഷെ കരയുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ ഈ അപ്പനുള്ള ദയ അവര് നിൽക്കുന്നേ. പക്ഷെ ഇത് എല്ലാ കാലവും ഇല്ല, എല്ലാ കാലവും ഇല്ല. ഒരു സമയം വരെ ഉള്ളൂ. അതിനിപ്പുറം അകത്ത് കയറിക്കണം. അതിനിപ്പുറം എന്ത് ചെയ്യണം? അകത്ത് എന്ത് ചെയ്യണം? കയറിക്കോണം. ഒരു സമയം വരെ ഉള്ളൂ, അല്ല കൈവിട്ടു പോകും. ദൈവം കൈവിടും. പിന്നെ കിടന്ന് അലമുറയിട്ടിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് രാത്രി, ഇന്ന് പകൽ ആത്മാവ് പറയും, വെളിപ്പാട് പുസ്തകത്തിൽ വാക്യമുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും, ഒന്ന് പറഞ്ഞ അവൻ എന്നോടുകൂടെയും എന്നാ ചെയ്യും എന്ന് പറഞ്ഞാൽ, നീ തമ്പുരാന് വേണ്ടി നിന്റെ വാതിൽ തുറന്നാൽ, തമ്പുരാന് വേണ്ടി മുട്ടൽ നീ കേട്ടാൽ, തമ്പുരാന് വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ കവാടം തുറന്നാൽ, അർത്ഥം നീ അത്താഴം മുട്ടത്തില്ല, അത്താഴം മുട്ടത്തില്ല. പിശാച് ആഗ്രഹിക്കുന്നത് നീ അത്താഴ പട്ടിണിക്കാരനാകണമെന്ന്. എന്നാൽ തമ്പുരാൻ മുട്ടുന്നുണ്ട്. ആ മുട്ടല് കേട്ട് ദൈവസന്നിധി വന്ന് മുട്ടുമടക്കിയ നീയോ നിന്റെ കുഞ്ഞോ അത്താഴം മുട്ടത്തില്ല. അവനുള്ളതെല്ലാം നിനക്ക് തരും, നിനക്കുള്ളതെല്ലാം അവന് കൊടുക്കും. നമുക്ക് എന്നാ ഉണ്ട് കൊടുക്കാൻ? ഒന്നുമില്ല. പക്ഷെ അവനുള്ളതെല്ലാം നമുക്ക് തരും. ആമേൻ. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടം എന്തല്ല, കാരണം ഞാൻ അവനോടുകൂടെ എന്ത് ചെയ്യും? എൻ്റെ വാക്യം മറിച്ചില്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചേ. ഞാൻ അവനോടുകൂടെ എന്ത് ചെയ്യും? എന്തായിരിക്കും? നമ്മളെ കർത്താവിന് ആരായിരിക്കും? എന്തോ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ജനം ആയിരിക്കും. അടുത്തത് നമ്മോട് കൂടെ പിന്നെ ആരുണ്ട്? ദൈവമുണ്ട്. നമ്മോട് കൂടെ ആരിയിരിക്കും? ഇത് പോരെ പ്രിയരെ, ഇന്ന് പകൽ നമ്മൾ ബലപ്പെടാൻ. നമ്മോട് കൂടെ ഇരിക്കാൻ ആരുണ്ട്? ഇന്ന് നിന്റെ കൂടെ ഇരിക്കാൻ ആരും കാണത്തില്ല, ആരും കാണത്തില്ല. ഒറ്റയ്ക്ക് ആരാധിക്കുന്നവർ കേൾക്കുന്നുണ്ട്. വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാതെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവരുണ്ട്. പല നിലയിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ട്. പെന്തക്കോസ്തുകാർ മാത്രമല്ല ലൈവ്, പെന്തക്കോസ്തുകാർ ലൈവ് കേൾക്കത്തില്ല, പെന്തക്കോസ്തുകാർ അല്ലാത്തവരെ ലൈവ് കേൾക്കുന്നത്. അവർക്കിതൊന്നും വേണ്ട. എത്രയോ പാപങ്ങൾ ലൈവിൽ നിന്ന് കരയുന്നുണ്ടെന്നറിയാമോ? ഞാൻ ഇന്ന് രാവിലെ അവരോട് ഞാൻ പറയാം, നിന്റെ കൂടെ ആരുമില്ലെങ്കിലും ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്റെ കൂടെയുണ്ട്. ആമേൻ പറഞ്ഞേ. നിന്റെ കൂടെ ആരുണ്ട്? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ സഹോദരങ്ങളെ? നിങ്ങളുടെ കൂടെ ആരുണ്ട്? 19-ാം ദിവസം ദൈവദാസൻ ഉപവാസത്തോടെ പറയുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളൊന്ന് ആമേൻ പറഞ്ഞാൽ മതി. ആ ശക്തി നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുകയാ. അവിടെ പോയി
ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അടുത്തെന്താ ആന്റി? ആ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം എന്ത് ചെയ്യും? 5 മിനിറ്റ് കൂടെ നിർത്താം. നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഒരു ചോദ്യം വരിക, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കണ്ണുനീരുണ്ടോ? അവിടെ കണ്ണുനീരില്ല. പിന്നെ ഈ കണ്ണുനീരെന്താ? ഇന്ന് നീ കരയുന്നതെല്ലാം അവിടെ തുടയ്ക്കും. ഇന്ന് കരയുന്നില്ലേ? ഒറ്റയ്ക്ക് കരയുന്നില്ലേ? പാസ്റ്റർ കാണാത്തത്, ഭർത്താവ് കാണാത്തത്, ഭാര്യ കാണാത്തത്, മക്കൾ കാണാത്തത് കരയുന്നില്ലേ? വിശ്വാസികൾ കാണാതെ കരയുന്നില്ലേ? ഈ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു സുദിനമുണ്ട്. ഇത് അനുഭവിച്ചറിഞ്ഞ പൗലോസ പറഞ്ഞത്, ഈ കാലത്തിലെ കഷ്ടം എനിക്ക് ഒരുപാട് തേജസ് ഉണ്ടെന്ന്. അന്നെന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ എന്റെ ദൈവമുണ്ടെന്ന്. അവന് ഞാൻ ജനമായും അവൻ എന്റെ ദൈവമായിരിക്കും. ഞാൻ തുടങ്ങിയോ? അവന് ജനമായിരിക്കും. അവൻ നമ്മുടെ കണ്ണുനീരൊക്കെ എന്ത് ചെയ്യും? ഉറപ്പുണ്ടോ? നമ്മുടെ കണ്ണുനീരൊക്കെ ആര് തുടയ്ക്കും? ഇന്ന് ആരും കാണത്തില്ല തുടയ്ക്കാൻ. അവൻ തുടയ്ക്കും. അതുകൊണ്ട് അയ്യോ പറഞ്ഞു, നീ പൊട്ടി സംസാരിക്കുന്നവർക്ക് എന്നോട് എന്ത് ചെയ്യരുത്. നിന്റെ വാക്ക് കേട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ പൊട്ടിക്കരയും. പക്ഷെ എനിക്കൊരപ്പയുണ്ട്. അവൻ എൻ്റെ കണ്ണുനീര് എന്ത് ചെയ്യും? 10 ശവപ്പെട്ടി വീടിനകത്തുനിന്ന് ഇറങ്ങിയെങ്കിൽ ആ കണ്ണുനീര് തുരുത്തിയിലുണ്ട്. രാമൻ പറഞ്ഞേ, എൻ്റെ കൂടെ വന്നേ നിങ്ങൾ. ആ അന്തരീക്ഷം, ആ ഫ്ലോ പോകുന്നു. ഇങ്ങോട്ട് വന്നേ. ആ തുരുത്തിയിലുണ്ട്. അത് തുടയ്ക്കുന്ന സമയമുണ്ട്. വർഷങ്ങളായി നീ കരഞ്ഞത്, മാസങ്ങളായി നീ കരഞ്ഞത്. ഓ തുടരവരവന മാസങ്ങളായി നീ കരഞ്ഞത്. ആരും കാണാതെ ബെഡ്റൂമിൽ കരഞ്ഞത്, ആരും കാണാതെ കിച്ചണിൽ കരഞ്ഞത്, ആരും കാണാതെ വാഹനത്തിൽ നിന്ന് കരഞ്ഞത്, നിന്റെ പണി സൈറ്റിൽ നീ കരഞ്ഞത്, പ്രാർത്ഥനാ മുറിയിൽ കരഞ്ഞത്. ഇന്ന് നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നിന്റെ കൈക്ക് പിടിക്കുവാൻ ആരുമില്ലെങ്കിൽ 19-ാം ദിവസം ആത്മാവിൽ ഞാൻ പറയുകയാ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു സുദിനമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയുന്നേ, ഈ കാലത്തിലെ കഷ്ടം അതുകൊണ്ടൊരു കാര്യം പറയാം. ഇപ്പൊ കരഞ്ഞോ? അവിടെ ചെല്ലുമ്പോ കരയാൻ കണ്ണുനീരില്ലെങ്കിലോ എന്താ സംഭവിക്കുന്നത്? ഒപ്പാൻ പറ്റത്തില്ല. അവിടെ വരുമ്പോ അപ്പ ഒപ്പുന്ന എന്നെ സുഖം അറിയോ? ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളാരെങ്കിലും വന്നിട്ട് പാസ്റ്ററെ കരയണ്ടെന്ന് പറഞ്ഞാൽ കണ്ണുനീര് ഒപ്പി, എനിക്ക് എന്നെ സുഖം അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുനീർ ഉടയ്ക്കുമ്പോൾ ആ മനസുഖം അത് അനുഭവിക്കണ്ടേ നമുക്ക്? ഈ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയുകയാ, ഞാനിവിടെ കരഞ്ഞു കാണും, ഞാൻ പ്രാണത്യാഗം സഹിച്ചു കാണും, കോലുകൊണ്ട് അടിയും കല്ലേറും പഴിയും ദുഷിയും നിന്നയും ഒക്കെ ഞാൻ സ്വീകരിച്ചു കാണും. പക്ഷെ എന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു സുദിനം തേജസ്കരിക്കപ്പെടുന്ന സമയത്തുണ്ടെന്ന്. ഓ, അവൻ എന്റെ കണ്ണിൽ നിന്ന്. ഉറപ്പുണ്ടോ പ്രിയരെ? ഇത്ര ഭയങ്കര ശ്രേഷ്ഠ ജനമാ നമ്മള്. ദൈവം തന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. അടുത്തൊന്ന് വായിച്ചേ. അവിടെ വരുമ്പോ ഇനി എന്തില്ല, ഇവിടെ നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ മതി. നമ്മളിവിടെ കിടന്ന് വിരളും, ഇവിടെ കിടന്ന് നമ്മൾ മരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തില്ല, അവിടെ മരണമില്ല. അടുത്തത് വായിച്ചോ. അവിടെ എന്തില്ല, ഇവിടെ നമുക്ക് എന്തുണ്ടച്ചാ? ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്, ഇവിടെ കഷ്ടതയുണ്ട്.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ഈ കാലത്തിലെ കഷ്ടം അവിടെ എന്തില്ല? കഷ്ടമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. ഇവിടെ വെയിൽ താഴുന്ന പോണക്ക നമ്മുടെ മുഖം. ചിലപ്പോ ഇപ്പൊ ഭയങ്കര പ്രസന്നതയാണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ മുഖം എല്ലാം കരിവാളിച്ച് ഇരിക്കും, ഞാൻ ഉൾപ്പെടെ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ പാസ്റ്റർക്ക് ഒരു ക്ഷീണം? പക്ഷെ അവിടെ അങ്ങനെ സംഭവമില്ല. കാരണം അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല, അവിടെ കഷ്ടതയില്ല. അതുകൊണ്ട് പ്രിയരെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. ഒരു തേജസ്കരിക്കപ്പെടുന്ന സമയമുണ്ട്. 19-ാം ദിവസം ഇന്നലകളിൽ കേൾക്കാത്ത ഒരു വ്യത്യസ്തമായ ദൂത ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നത്. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടം വരുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പിന്മാറരുത്, കർത്താവിനെ വേദനിപ്പിക്കരുത്, നിരാശപ്പെടരുത്. നിങ്ങൾ പ്രതീക്ഷയോടെ നിൽക്കണം, പ്രത്യാശയോടെ നിൽക്കണം, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. അപ്പൊ ഇനി ടെൻഷൻ വേണോ? വേണോ? ടെൻഷൻ മാറാൻ 3 ദിവസം ഉപവസിച്ച പാസ്റ്ററാ ഞാൻ. അതിനു വേണ്ടി നമ്മളെന്താ ഉപവസിക്കുന്നത്? കർത്താവെ, കൊച്ചിന് അഡ്മിഷൻ കിട്ടണേ, ഇച്ചിരി കാശ് കുറവാ, അത് തരണേ. കർത്താവെ, ഒരു സാരി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അതെനിക്ക് എന്ത് ചെയ്യണം? വാങ്ങിക്കണം. ഇതൊക്കെ നമ്മൾ ഉപവസിക്കും. ടെൻഷൻ മാറാൻ വേണ്ടി ഉപവസിച്ച ഒരാളാണ് ഞാൻ. കാരണം എന്താ അറിയാമോ? വേദപുസ്തകം വായിക്കാൻ പറ്റത്തില്ല, വായിച്ചാൽ കയറത്തില്ല തലേ, പ്രസംഗിക്കാൻ പറ്റത്തില്ല, ദൂത് വെളിപ്പെടത്തില്ല, പ്രാർത്ഥിക്കാനിരിക്കും, പ്രാർത്ഥന വാക്കുകൾ കിട്ടത്തില്ല. പിന്നെ വീട്ടിൽ നിന്ന് ലിജിയോട് അങ്ങ് ചൂടാവുക. ടെൻഷൻ കയറുമ്പോഴേ നമുക്കങ്ങ് സംഭവം ഉണ്ടല്ലോ, പിള്ളേരുടെ ചൂടാവുക. കാരണം എന്തെന്നില്ലാത്ത ടെൻഷൻ. കർത്താവിനോട് പറഞ്ഞ, കർത്താവ് ഇത് മാറ്റണം, ഞാൻ അങ്ങയുടെ ദാസന, ഒറ്റ ഇരിപ്പാ. ഒത്തിരിയൊന്നും മാറിയില്ല, കുറച്ചൊക്കെ അങ്ങ് മാറി. അപ്പൊ ടെൻഷൻ എന്ത് ചെയ്യണം? ഈ ഭൂമിയിലേ ഉള്ളൂ ടെൻഷൻ. രാമൻ പറഞ്ഞേ, എവിടെയുള്ളൂ ടെൻഷൻ? അതുകൊണ്ട് പൗലോസ് വെളിപ്പാട് കണ്ടിട്ട് പറയുക, ഇതെനിക്ക് എന്തല്ല, കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു ദേശം എനിക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യണം? ഇതെല്ലാം ഒഴിഞ്ഞു പോകും, ഇതെല്ലാം ചാമ്പലാകും, ഇതെല്ലാം കത്തിപ്പോകും. ഇതൊന്ന് പിടിച്ചു നിർത്താൻ ഇവിടെ നെട്ടോട്ടം ഓടുക. ഈ നെട്ടോട്ടം ഓടുന്നവരെല്ലാം കാല് വഴുതി വീഴും. അന്ന് എൻ്റെ അപ്പ രാജസ്ഥാനം എടുക്കും ഇവിടെ. ആമേൻ. ആ വാക്യം ഒന്ന് വായിച്ചെടുത്തേക്ക്. അടുത്തത്. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക, 19-ാം ദിവസം നിങ്ങളുടെ ഹൃദയ പലകയിൽ എഴുതിക്കൂ ഈ വചനം. എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞ ഈ വചനം, അത് വിശ്വാസ യോഗ്യവും സത്യവുമാ. വിശ്വസിക്കാമോ? ഇന്ന് നിങ്ങൾ കേട്ടത് വിശ്വാസ യോഗ്യവും പിന്നെ ഇത് സത്യവുമാ. എന്തേ? എൻ്റെ കണ്ണുനീർ തുടയ്ക്കും, എൻ്റെ കഷ്ടത മാറും, എൻ്റെ മുറവിളി തീരും, എൻ്റെ പരാജയം മാറും. അവൻ എനിക്ക് ദൈവമായിരിക്കും, ഞാൻ അവന് സൈന്യമായിരിക്കും. ഇന്ന് രാവിലെ വിശ്വസിക്കുക. അതുകൊണ്ട് ഈ വചനം സത്യവും ഈ വചനം വിശ്വാസ യോഗ്യവുമാകുന്നു. അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് 19-ാം ദിവസം രാവിലെ പറയാ, ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. എല്ലാ കണ്ണും അടയ്ക്കാം.